Hi, hello everybody. Welcome to Coffee with Dance. So let me welcome നമ്മുടെ സ്വന്തം മീര ജാസ്മിൻ and Ashwin. Welcome. Thank you. And നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഏജ് ആകണം എന്നായിരുന്നു. അയ്യോ സത്യം. എങ്ങനെയും മെച്ചോർഡ് ആവണം അങ്ങനെ. പക്ഷെ ഒരു ഇതാകുമ്പോഴേക്കും ഇനി യങ് ആവണം. എനിക്ക് ഇനി ഒരുപാട് വളരണം സോ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസ് ആണെന്ന് ആരാ പറയുന്നത്? അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഇതിൽ സമ്മതിച്ചു ചേട്ടന്റെ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി നാച്ചുറൽ ആണ്. ചേച്ചി അതെ. അയ്യോ ഞാൻ തെറ്റിച്ചു, സോറി. ആ ക്ലൈമാക്സ് അത് ഷൂട്ട് ചെയ്തപ്പോഴും ഹൈ ഫീൽ അതിന്റെ എഫക്റ്റ് ആണ്. കൊരങ്ങ എനിക്ക് വിശക്കുന്നു. ഇപ്പോഴും എന്റെ ഷൂ ഇങ്ങനെ കിടക്കുന്നത് ഡിസോർഗനൈസ്ഡ് ആണെന്ന് അല്ലേ? മാറ്റി വന്നിട്ടാ സ്വഭാവം. ഓ ഒന്ന് മാറത്തു. Hi, hello everybody. Welcome to Coffee with Dance presented by Digital Dino and Dance Media. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല ചൂടോടെ പാലും പഴത്തിന്റെ വിശേഷവുമായിട്ടാണ്. So let me welcome നമ്മുടെ സ്വന്തം മീര ജാസ്മിൻ and Ashwin. Welcome. Thank you. And first of all, congratulations on പാലും പഴവും സക്സസ്ഫുള്ളി റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂവി. നല്ല പോസിറ്റീവ് റിവ്യൂസും കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഒത്തിരി ക്രൗഡായിട്ട് ഇന്ററാക്ട് ചെയ്തില്ലേ? അതെ അതെ. ഞങ്ങൾക്കറിയാം ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെ ഓഡിയൻസ് റിയാക്ട് ചെയ്യുന്നു ഇങ്ങനെ ഞങ്ങൾ പാത്തിരുന്ന് കേൾക്കും. തിയേറ്ററിലോട്ട് എൻ്റർ ആവുന്നതിന് മുമ്പേ അവരുടെ റിയാക്ഷൻ എന്താന്ന് അറിഞ്ഞു. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? ഏജ് ഗ്യാപ്പ് ഇല്ലാതെ എല്ലാവരും അത് സന്തോഷിക്കുന്ന കാണുമ്പോ അപ്പോഴാണ് നമുക്കൊരു ശരിക്കും സന്തോഷം കിട്ടുന്നത്. അത് ഭയങ്കര ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായി നല്ല ഒരു കോമഡി, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി എന്ന് ഉറപ്പായിരുന്നു. സോ പിന്നെ മൂവി ഇറങ്ങിയപ്പോ തന്നെ പോയി കണ്ടു. ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു ത്രൂ ഔട്ട്, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ചിരിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂവി ആയിരുന്നു അല്ല. ഇതിന്റെ ഒരു ആശയം ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരു ഓൾഡർ വുമൻ ആൻഡ് ഒരു യങ്ങർ ആയിട്ടുള്ള ഒരു ആള്, ഇവര് തമ്മിലുള്ള റിലേഷൻ അതൊരു രസകരമായ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണല്ലോ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ അത് വലിയ പ്രശ്നമില്ലാത്തൊരു ഇഷ്യൂ ആണ്. നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരു ആണും യങ്ങർ ആയിട്ടുള്ള ഒരു പെണ്ണും. ഇത് നല്ല തിരിച്ചു വന്നപ്പോ അതിന്റെ ഒരു രസകരമായ സംഭവങ്ങൾ, അവരെ സൊസൈറ്റി എങ്ങനെ കുറ്റം പറയുന്നു, എന്തൊക്കെ അവര് അനുഭവിക്കണം അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അതൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എപ്പോഴും കൺവെൻഷനൽ ആയിട്ട് നടക്കുന്ന എന്താ, പ്രായം കൂടിയ ആണും പ്രായം കുറഞ്ഞ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം. ഇത് അതിൽ നിന്ന് വേറൊരു റൂട്ടാണ്. എനിക്ക് തോന്നുന്നത് പണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുക്കത്തില്ലായിരുന്നു. ആൾക്കാർ അധികം പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പം ധൈര്യത്തിൽ വന്ന് പറയും. ഞാനിപ്പോ ഇതൊരു കൂടുതൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ഇനി എന്ത് ചെയ്താലും പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ട് വ്യക്തികൾ തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കെന്താ, അവര് തമ്മിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചോട്ടെ. അതെ അതെ അതെ, ദാറ്റ് ഈസ് വെരി ട്രൂ. എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂസ് ഒക്കെ കേട്ടപ്പോ? ആളുകൾ നമ്മൾ ആദ്യം വിചാരിച്ചു ലൈക്ക് ഈ കപ്പിളിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാ, ലൈക്ക് പ്രായം കൂടിയ പെൺകുട്ടിയും പ്രായം കുറഞ്ഞ ആണും തമ്മില്. പക്ഷെ ആ കപ്പിളിനെ അവര് സ്വീകരിച്ചു, ലൈക്ക് സുമിനെയും സുനിലിനെയും സ്വീകരിച്ചു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സുനിലും ഭയങ്കര അങ്ങനെ ഒരു ഏജ് ഡിഫറൻസിനെ പറ്റി പിന്നെ സംസാരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ ഈ ഏജ്, പല ഏജിലുള്ളവര് നമ്മുടെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങുന്ന ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജനറേഷൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോ കൈയടിക്കുന്നതോ വലിയ കാര്യമല്ല. കാരണം ആ മാറ്റം വന്നത് കൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് മുൻപുള്ള ജനറേഷൻ അതിനെ കൈയടിച്ച് സ്വീകരിക്കുന്നതും ചിരിച്ച് അവിടാണ് ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയത്. നമ്മുടെ പേരൻസിന്റെ ഒക്കെ ജനറേഷൻ അല്ല ഉണ്ടല്ലോ, അവരൊന്നും അതിനെപ്പറ്റി സംസാരിച്ചില്ല, അവർ എൻജോയ് ചെയ്തു ഫിലിം. അത് പിന്നെ ഈ സ്ക്രീൻ പ്ലേയുടെ ഒരു ബ്യൂട്ടി ഉണ്ട് അതിനകത്ത്. കാരണം വെച്ചാൽ ഇതിലൊരു പ്രീച്ചി ആയിട്ടൊന്നും പറയുന്നുമില്ല. എന്നാ നമ്മളിത് കണ്ട് 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 കണ്ടു വരുമ്പോ നമുക്ക് തന്നെ തോന്നും ഇങ്ങനെ വന്നാൽ നല്ലതല്ലേ എന്ന് തോന്നുന്ന ഒരു സാധനമാണ്. അത് ആ സ്ക്രീൻ പ്ലേയിലുണ്ട്. അപ്പം അത് ആ സിനിമയിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അന്നേരം അതിലൊരു സീൻ ഉണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ മുടിന്ന് പ്ലക്ക് ചെയ്യുന്നതും ചേട്ടൻ ഷേവ് ചെയ്യുന്നതുമായിട്ടുള്ള, അതൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു. നല്ല ഒരു ക്യാരക്ടർ
ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത്. നര എടുക്കുന്ന ആ ഒരാൾക്ക് ഷേവ് ഏജ് ആവുന്നതിന്റെ ടെൻഷൻ, ഒരാൾക്ക് ഏജ് ആവണമെന്നുള്ള അങ്ങനെയല്ലേ. ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഏജ് ആകണം എന്നായിരുന്നു, അയ്യോ എങ്ങനെയും മെച്ചോർഡ് ആവണം അങ്ങനെ. പക്ഷെ ഒരു ഇതാകുമ്പോഴത്തേക്കും ഇനി യങ് ആവണം അങ്ങനെയല്ലേ. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ പണ്ടത്തെ ലൈഫായിരുന്നു ബെറ്റർ എനിക്ക് തോന്നല് വരും. ഈ നമുക്ക് 20 വയസ്സാകുമ്പോഴേ 20 വയസ്സായി എന്ന് പറയാൻ വലിയ ഇതായിരുന്നു. 30 തൊട്ടാകുമ്പോ ഒരു മടി, ബർത്ത്ഡേ ഒക്കെ ഏജ് ഒന്നും കാണിക്കാതെ. പണ്ടൊക്കെ ബർത്ത്ഡേ നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോ സെലിബ്രേറ്റ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്തില്ലേ ചോക്ലേറ്റ്സ് കൊണ്ടുപോകണം, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ ബർത്ത്ഡേ ആരെങ്കിലും റിമൈൻഡർ ഒക്കെ വെച്ചിട്ട് വിളിച്ചു പറയുമ്പോ അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഇത്. അങ്ങനെ ചിന്തിക്കുന്ന രണ്ടുപേര്, ഒരാൾക്ക് കൂടുന്നതിന്റെ ടെൻഷൻ, ഒരാൾക്ക് കൂടണമെന്നുള്ള ഇത്, അങ്ങനെ രണ്ടുപേരും ഒന്നിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നേരെ, ഒരാള് ഉഴപ്പിലും ഒരാള് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ലേ. പിന്നെ സത്യമായിട്ടും എല്ലാവർക്കും എസ്പെഷ്യലി ചേട്ടന്റെ ക്യാരക്ടർ സുനിൽ, എന്റെ അമ്മ അതിലത്തെ ഡയലോഗ്സും FB-ൽ പോയിട്ട് മൈ ലൈഫ് മൈ റൂൾസ്, എന്റെ FB-ൽ പോയി താഴെ പോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ ഡയലോഗ്സ് കിടക്കണ്ട്. ആണോ? പിന്നെ അത് എനിക്ക് എല്ലാരും റോക്സ് അതുവരെ ഇമെയിൽ അഡ്രസ്സിലൊക്കെ ഇങ്ങനത്തെ എല്ലായിടത്തും ഉണ്ട്. ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു ചേട്ടന്റെ. അതേമാതിരി വീട്ടിലാണെങ്കിലും ഇങ്ങനെ നടന്ന് ഷൂ ഒക്കെ അവിടെ ഇവിടെയൊക്കെ അഴിച്ചിടുന്ന. എനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ചോണ്ടല്ല, ഇപ്പൊ ഞാൻ എപ്പോഴും അത് നോക്കുമ്പോ ഞാൻ ഷൂ ഊരി ഇടുമ്പോ ഞാൻ ഓർക്കും ഞാൻ എന്ത് കാരണം ഞാൻ അങ്ങനെ ഇടുന്നു. ഇപ്പോഴും എന്റെ ഷൂ ഇങ്ങനെ കിടക്കുന്നത് ഡിസോർഗനൈസ്ഡ് ആണെന്നു അല്ലേ. മാറ്റി വന്നിട്ടാ സ്വഭാവം? ഓ അതൊന്നും മാറത്തൊന്നില്ല. വൈഫ് മാറ്റിയില്ല? ഇല്ലെന്ന് തോന്നുന്നു. അവള് വേറെ ചില കാര്യങ്ങളൊക്കെ മാറ്റി. ഇപ്പൊ ഞങ്ങള് തിയേറ്ററിൽ ഇരിക്കുമ്പം എനിക്ക് ഈ കാലം കടന്നിങ്ങനെ ആടും. തിയേറ്ററിൽ ഇരിക്കുമ്പം അവള് ഓരോ 10 മിനിറ്റ് കൂടുമ്പോ ഈ സംഭവം ഈ കൺട്രോൾ. അത് ചിലവർക്കുള്ള ഒരു ഇതാണ്. അതായത് തിയേറ്ററിൽ ഇരിക്കുമ്പോ സിനിമ കണ്ടിട്ട് അതിലോട്ട് കേറുന്നതിന്റെയാ. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. എനിക്കും തോന്നി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് കരുതിയൊരു കാര്യമാണ്, റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണോ എന്ന്. കാരണം നമ്മളത് കാണുമ്പോ നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ഫുള്ള്. അല്ല അങ്ങനല്ല, ആ ക്യാരക്ടർ ഇപ്പൊ എന്താ പറയാ, ആ ക്യാരക്ടർ കുറച്ച് റിലേറ്റബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന ചില ഗസ്റ്റേഴ്സ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുമ്പോ ഒരു ഇത് വരും. ഇപ്പൊ ആ സിനിമയിൽ തന്നെ ഞാൻ കാലാട്ടുന്ന ഇതുണ്ട്. അതിനകത്തൊരു ബെഡിലുള്ള ഒരു സീനിൽ ഞാനിങ്ങനെ കാലാട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മള് എക്സൈറ്റ്മെന്റ് വരുമ്പോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതൊക്കെ അതിൽ യൂസ് ചെയ്തേക്കുന്നത്. സ്വന്തം ഇൻപുട്സ് കൂടുതലാണ് അതില്. അത് നമുക്ക് ചില അറിയാതെ വരുന്നതാണല്ലോ ഓരോ തോട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ചിലർക്ക് അങ്ങനത്തെ അല്ലേ. അല്ല മീരയുടെ കേസ് വരുമ്പോ മീര ചെന്ന് പെർഫോം ചെയ്യുന്നതെന്ന് പറയുമ്പോ പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. പലപ്പോഴും അത് അങ്ങനെ വരുന്നതാണ്. ഞാൻ ചില നേരത്ത് അങ്ങനെയും വരും, ചില നേരത്ത് ഞാൻ പ്ലാൻ ചെയ്യും, അങ്ങനെയാ ചെയ്യും. ഞങ്ങള് രണ്ടുപേരും വ്യത്യാസമാണ്. ചേച്ചി പിന്നെ ഒത്തിരി നാളായിട്ട് അഭിനയിച്ച് നാഷണൽ അവാർഡ് ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരു ആക്ട്രസ് ആണല്ലോ. ആൻഡ് സ്റ്റാർട്ടിങ് ശിവാനിയിൽ, ലോഹിത സാറിന്റെ ശിവാനിയിൽ തുടങ്ങി ഇപ്പൊ സുമിയിൽ എത്തി നിൽക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു സുമി? സുമി സുനിൽ എല്ലാ ചായലാണ് നിൽക്കുന്നത്. എപ്പോഴും ഞാനെപ്പോഴും ഒരു ന്യൂ കമ്മറാ എന്റെ മൈൻഡില്. സോ ഓരോ സിനിമയും അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓരോ സിനിമയും ആ പുതുമയോടുകൂടി നമ്മൾ കാണണം, പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, പുതിയ ക്യാരക്ടറാ. സോ ഞാൻ അങ്ങനെയാ കാണുന്നത്. എന്ത് പറയുന്നു ചേച്ചിനെ കുറിച്ച്? അല്ല ഞാൻ പേഴ്സണലി കണ്ടപ്പോഴേ നമ്മൾ ഈ ചില സീനിലൊക്കെ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ അഭിനയിക്കുമ്പോൾ എനിക്കറിയില്ല അങ്ങനെ ആ സോണിലോട്ട് പോകുന്നതിന്റെ മെത്തേഡ് എന്താന്ന് പോലും അറിയില്ല. ഞാൻ കാണുമ്പോൾ VKP സാറിന്റെ കൂടെ ഒക്കെ അല്ലെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ആ സോണിലോട്ട് കയറുന്ന ടൈം ഉണ്ടല്ലോ, ഇത്രയും ഒരു കുറച്ച് ടൈം കൊണ്ടാണ് അതിലേക്ക് മാറുന്നത്. അത് ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ശരിക്കും പെട്ടെന്നൊരു ക്യാരക്ടർ സ്വിച്ച് ആയിരിക്കും അല്ലേ. അത് തന്നെ അതാ പറഞ്ഞേ. ഇപ്പൊ ഞാൻ ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യുന്ന പെർഫോമൻസിൽ ചില എന്തെങ്കിലും സാധനം ഞാൻ ചിലപ്പോ തിങ്ക് ചെയ്യും, ഓക്കെ ഈ സാധനം ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ചിന്തിക്കും. എനിക്കറിയാം ചിലപ്പോ ഞാൻ പ്രീ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ആ എന്താണ് പ്രീ പ്ലാൻ ചെയ്താലും അല്ലാതെ ചെയ്താലും ഗുഡ് പെർഫോമൻസ് ആയാൽ മതി. നമ്മൾ ഓരോരുത്തരുടെയും പ്രോസസ് ഓരോ രീതിയാ. ചേച്ചിന്റെ എന്താണ് പ്രോസസ്? മൈ പ്രോസസ് ഇന്റേണലൈസിങ്. അതായത് ഒരു ക്യാരക്ടർ കേൾക്കുമ്പോഴത്തേക്കും അതിനെ
അതിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. പ്രകടമായിട്ടോ ഞാൻ ഇനിയും ഒരു 10 ദിവസം ഉണ്ട് ഇനിയും ഷൂട്ടിങ്ങിന്, ഞാൻ 10 ദിവസം ആ കഥാപാത്രമായിട്ട് മാറാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു, അങ്ങനെയൊന്നും ഇല്ല. ലൈക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് ഇന്റർണലൈസ് ചെയ്യുന്ന ഒരു അശ്വിൻ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമ്മൾ എന്ത് രീതി ഉപയോഗിച്ചാലും എന്ത് പ്രോസസ്സ് എടുത്താലും എന്ത് വഴി ചൂസ് ചെയ്താലും എൻഡ് പ്രോഡക്റ്റ് എങ്ങനെയാ, അപ്പൊ ഓരോരുത്തരും ഓരോ അതാ ഇമ്പോർട്ടന്റ്. പ്രേക്ഷകർ അതെങ്ങനെ സ്വീകരിക്കുന്നു, അല്ല അതല്ല, അത് എങ്ങനെ ആ വ്യക്തി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാ. അതിന് ഏത് മെത്തേഡ് എടുത്തോട്ടെ, ആക്ടിങ്ങിന്റെ ഏത് മെത്തേഡ് എടുത്താലും കുഴപ്പമില്ല, അതിന്റെ അവസാനം ആ ആക്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് വാട്ട് മാറ്റേഴ്സ്. ഇപ്പൊ പ്രേക്ഷകരെ സംബന്ധിച്ച് ഗുഡ് പെർഫോമൻസ്, ബാഡ് പെർഫോമൻസ്, ഓക്കെ പെർഫോമൻസ്, ഇതേ ഉള്ളൂ. ഈ മൂന്നിന്റെ ഇതിലാണ് ഞാൻ കണ്ടിട്ടുള്ള മീരയിൽ ഞാൻ കണ്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ആ ഒരു ആക്ഷൻ പറയുമ്പോ അവിടെ വരുന്ന ആ ഒരു അപ്പൊ ഉള്ള ഒരു പെട്ടെന്ന് വരുന്ന ഒരു സംഭവമുണ്ട്, അത് ഭയങ്കരമാണ്. അപ്പൊ എനിക്ക് ഞാൻ പെർഫോം ചെയ്തപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഇപ്പൊ അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഇത് തരുന്നു, അപ്പൊ ഞാൻ അതിൻ്റെ കൂടെ റിയാക്ട് ചെയ്തോണ്ടിരിക്കും. സോ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസ് ആണെന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. സമ്മതിച്ചു ചേട്ടന്റെ അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി നാച്ചുറൽ ആണ്. ചേച്ചി അതെ നല്ല ഇതായിരുന്നു ചേച്ചി. ഇത്രയും അങ്ങനെയല്ല, എപ്പോഴും നമ്മളൊരു ഇത് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. സോ വി ആർ ജസ്റ്റ് റിയാക്ടിങ്. അശ്വിൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അശ്വിന്റെ റിയാക്ട് ചെയ്യും, അതായത് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കുള്ളത് റിയാക്ട് ചെയ്യും. നിങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമായിരുന്നു. ചേച്ചി പോലീസിന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നതും. അല്ല, എനിക്ക് ഏറ്റവും ഇത് അഭിനയിക്കാൻ നേരം ഉള്ളത് എന്ന് പറഞ്ഞാൽ, ചില സീനിൽ നമ്മൾ ഈ അടുത്ത് ഞങ്ങളെ നിർത്തി ഈ കണ്ണി നോക്കി ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ഈ ആക്ഷന് തൊട്ട് മുന്നില്ലേ റോളിംഗ് എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പറയുന്നു, അതിന് തൊട്ട് മുന്നേ വരെ ഈ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കണമല്ലോ. അപ്പൊ ആ സമയത്ത് എനിക്ക് പറ്റ ഇങ്ങനെ നോക്കണം, താഴത്തോട്ട് നോക്കും, മേലോട്ട് നോക്കും, എനിക്ക് എപ്പോഴും അത് വരും. ആക്ഷൻ പറയുമ്പോ ഓക്കെ, അതിന്റെ ആ തൊട്ട് മുന്നില്ല റോളിംഗ് പറഞ്ഞ് ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുന്നേ വരെ, അപ്പൊ ആ നേരം എനിക്ക് കണ്ണിങ്ങനെ നോക്കുമ്പോ എന്തോ എനിക്കെന്തോ പോലെ. ചേച്ചി ഇങ്ങനെ കേക്ക് ചേട്ടൻ പറയുന്നത് ആദ്യമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്? ഇല്ല, അശ്വിൻ പലതും പറയും. ലൈക്ക് ഞങ്ങൾ ഇതിങ്ങനെ പലതും പറയും മീൻസ് അങ്ങനെയല്ല, ആക്ടിങ്ങിനെ പറ്റിയും സ്ക്രിപ്റ്റിനെ പറ്റിയും സ്റ്റോറിനെ പറ്റിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറെ ഡിസ്കഷൻസ് നടത്തും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വരുന്ന, ഇതേപോലെ മോളിപ്പോ ചോദിക്കുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ അറിയാതെ എന്തെങ്കിലുമൊക്കെ വരും ടോപ്പിക്, അപ്പൊ സംസാരിക്കും ഇങ്ങനെ. എന്തായാലും നല്ല കിടുവായിരുന്നു രസമായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ നല്ല ഫണ്ണായിരുന്നു. ബിക്കോസ് ആ സിനിമ എന്ന് പറയുന്നൊരു ഹ്യൂമർ ആണല്ലോ മെയിൻ അതിന്റെ ജോണർ. സോ ആ ഹ്യൂമർ ആയതുകൊണ്ട് ആ അറ്റ്മോസ്ഫിയർ ഫുള്ള് നല്ല രസമായിരുന്നു. എന്താണ് ഏറ്റവും കൂടുതൽ രസിച്ച ഒരു സീന് ഈ മൂവിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് രണ്ടുപേരും? ക്ലൈമാക്സ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തത് ഇന്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സും. ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്തു. അത് കാണുമ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇന്റർവെൽ പോർഷനും ഈ പടത്തിന്റെ ക്ലൈമാക്സും. അല്ല, നമുക്ക് ഏറ്റവും ഹൈ കിട്ടിയ ഇതാണ് ശരിക്കും ഇന്റർവെൽ പോർഷന്റെ സമയത്ത്. ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഇന്റർവെൽ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിനുള്ളിൽ ഈ ചൊറിയാമ്പുഴി പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെ ഇത് അടുത്ത മീരയുടെ സീക്വൻസ് വരുമ്പോ ഞാൻ അവിടെ പോയിട്ട് ഇത് ഇടുന്നു. ഇല്ലെന്ന് തോന്നുന്നു, കാരണം നമ്മള് അല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഓർത്തം പറഞ്ഞു. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോ പടത്തില് ഭയങ്കര ഹൈ ഉള്ള സീനാ. ഞാൻ പറഞ്ഞ നല്ല ഹൈ നോട്ടിലാണ് ആ ഇന്റർവെൽ ബ്ലോക്കും ആ ക്ലൈമാക്സ്. അത് ഷൂട്ട് ചെയ്തപ്പോഴും ഹൈ ഫീൽ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ചൊറിയാമ്പോഴും എനിക്ക് അതിന്റെ എഫക്റ്റ് ആണ് സ്ക്രീനിൽ നമ്മൾ കണ്ടതല്ലേ. അത് നല്ലതായിരുന്നു. ചേച്ചി പിന്നെ ഇതിൽ ചേച്ചിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ശാന്തികൃഷ്ണ ചേച്ചിയാണല്ലോ. നമുക്ക് അമ്മ എന്ന് പറഞ്ഞ ചേച്ചീന്റെ ഒപ്പം ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അച്ചുവിന്റെ അമ്മയിൽ ഉർവശി ചേച്ചീന്റെ ഒപ്പം ഉള്ളതാണ്. അപ്പൊ രണ്ടും വ്യത്യസ്തമായ ആക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. ഇവരൊപ്പം അഭിനയിച്ചപ്പോ ഏറ്റവും ബെസ്റ്റ് സീൻ ഏതായിരുന്നു? അച്ചുവിന്റെ അമ്മയിലെ ഫോർ എവർ ആ ഒരു എന്താ പറയാ ഐക്കോണിക് സീൻ ഉണ്ടല്ലോ, കടുവറ ഐക്കോണിക് ആണ്. അത് ചേച്ചി എടുത്തപ്പോ ഞാനൊരു ഇന്റർവ്യൂല് ഉർവശി ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ
ഇങ്ങനെ എന്ത് പറ്റുന്നു എന്നിങ്ങനെ നോക്കി നിന്ന ഒരു സീനാണ്. അതെ അതെ അതെ, ഉർവശി ചേച്ചി പോലത്തെ ഒരു മഹാനടി പെർഫോം ചെയ്യുമ്പോ പിന്നെ നോക്കി നിൽക്കാതെ പിന്നെ എന്ത് ചെയ്യും അല്ലേ? അത് പിന്നെ edit ചെയ്തോ? സ്പോണ്ടേനിയസ് ആ ഒരു എനർജി ചേച്ചിയുടെ ആ ഒരു ഒരു വെറൈറ്റി ആക്ടറാ ചേച്ചി. ചേച്ചി പോലെ വേറെ ആരും അപ്പം ഇതില് പിന്നെയും അതാ ചേച്ചി പറഞ്ഞത് വേറെ ടേക്ക് ഞാൻ ചേച്ചിയെ നോക്കി നിന്നു എന്നുള്ളതാ. പക്ഷെ ഇനിയും ടേക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇനിയും അത് ഓൺ ദ സ്പോട്ട് വരുന്നതാണ് ചേച്ചിക്ക്. ശാന്തി കൃഷ്ണ ചേച്ചിയുടെ ആയിട്ടുള്ള ഇതിനകത്ത് കുറെ നല്ല സീൻസ് ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതും ഇച്ചിരി ഒരു ഇടയ്ക്കൊരു ക്ലാഷ് ഒക്കെ ഉണ്ടാവും അമ്മയും മോളും. അത് നല്ല രസമാണ്. അങ്ങനെ 2-3 സീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി ഒരു സീനകത്ത് ഇവർ തമ്മിൽ ഇങ്ങനെ തർക്കിച്ച് പോകുന്ന ഒരു കൊറിയോഗ്രഫി പോലാണ് ഞങ്ങളുടെ ഡയറക്ടർ അതിനെ ഷൂട്ട് ചെയ്തത്. അറിയാം, ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് മോളിങ്ങനെ പറഞ്ഞു, പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു, പിന്നെ മോളിങ്ങനെ പറഞ്ഞു. മക്കളും തമ്മിൽ നടക്കാറുള്ളത് ഇവരുടെ പെർഫോമൻസ് ഭയങ്കര എന്താ വെച്ചാ ഒരു തിരിഞ്ഞു വരും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അത് അമ്മയുടെ അടുത്തൊരു ഉത്തരം പറയാൻ ഇങ്ങനെ തിരിഞ്ഞു. ഇവര് തമ്മിൽ ഇങ്ങനെ മ്യൂസിക് ഗോപി സുന്ദര മ്യൂസിക് ചെയ്തേക്കുന്ന ബീജിയം പുള്ളി ചെയ്തേക്കുന്ന ആ മ്യൂസിക് അതിനകത്ത് നല്ല രസമാണ്. ആ ഒരു അവര് തമ്മിലുള്ള വഴക്കെന്ന് വെച്ചാ വാക്ക് തർക്കങ്ങൾ കുഞ്ഞു അങ്ങോട്ട് കൊണ്ടും കൊടുക്കുന്നു. അല്ലേ? ചേച്ചി എന്താ പറയാ വെരി സ്വീറ്റ് ലേഡി ചേച്ചി ആസ് എ പേഴ്സൺ. ശാന്തി കൃഷ്ണ ചേച്ചി ആൻഡ് ഓൾസോ ഷീസ് എ വെരി ഗുഡ് ആക്ട്രസ്. ആൻഡ് ചേച്ചിയുടെ റോള് ഇതിനകത്ത് വളരെ ഡിഫറെന്റാ. എല്ലാ മൂവിയിലും ചെയ്യുന്ന പോലെയല്ല, വളരെ ഡിഫറെന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഷീസ് എ വെരി ഗുഡ് ആക്ട്രസ്. ചേച്ചി അഭിനയിച്ചിട്ട് സ്വന്തം തോന്നിയ ഒരു റോൾ ഏതാണ്? ഞാനിത് ഭയങ്കരമായിട്ട് ഡെലിവർ ചെയ്തു, ഒരു നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു റോൾ ഏതാണ്? അങ്ങനെ ചോദിക്കണേ കുറച്ചുണ്ട്. പറയാൻ പറ്റത്തില്ല, കൂടുതലാണ്. എന്നാൽ അത് നന്നായിട്ട് തോന്നുന്നതിന്റെ റീസൺ ആ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അത് ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ്, അതിന്റെ റൈറ്റിങ്, അതെല്ലാം കൂടെ ചേർന്നാണല്ലോ ഇത് നന്നായി വരുന്നത്. കസ്തൂരിമാന് അതിന് ഒരിക്കലും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഇത്. പിന്നെ പാടം എന്നൊരു വിലാപം, അത് വേറൊരു വെറൈറ്റി സാധനം. പിന്നെ അങ്ങനെ കുറെ ഉണ്ട്. അച്ഛൻ്റെ അമ്മ, രസതന്ത്രം, എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് ചേച്ചി ചെയ്തിട്ടുള്ളതൊക്കെ. ചേട്ടൻ ഏതാണ് ചേച്ചിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്യാരക്ടർ പറഞ്ഞ ഒരുപാടുണ്ട്. ഇനി ഒരുപാട് സിനിമകളിലും, കാരണം നമ്മൾ തന്നെ ഇപ്പൊ പെട്ടെന്ന് ലിസ്റ്റ് എടുക്കുമ്പോ നമുക്കിപ്പം ഇപ്പം ആയുധം എഴുത്തുണ്ട്, ഇപ്പൊ റണ്ണുണ്ട്, വിനോദയാത്ര. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ കാണുന്ന പടം വിനോദയാത്രയാണ്. എപ്പൊ ടി വി വന്നാലും ഡയലോഗ്സ് ഒക്കെ വീട്ടിലല്ലേ ഭയങ്കര അടിപൊളി. എന്താ അറിയോ, ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു കാരണം എന്താ പറയാ, ആ ക്യാരക്ടറിനെ നമ്മള് ഭയങ്കര ബുദ്ധിയുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറയാ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പം നമ്മളെയും എനിക്കറിയത്തില്ല. എന്താ പറയാ, നമ്മൾ ഈ സ്ഥിരം ഈ കാണുന്ന മറ്റേ ക്യൂട്ട്നെസ് കാണിക്കുന്ന ഹീറോയിൻ പരിപാടി അല്ല. പക്ഷെ അതിലൊരു ക്യൂട്ട്നെസ് ഉണ്ട്, ഇതെല്ലാം അതൊരു എനിക്ക് മറ്റു സിനിമയെ പറ്റി പറയുന്നേക്കാൾ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയാം. എനിക്ക് ഈ വിനോദയാത്ര എന്ന് പറയുന്ന സിനിമയില് നമ്മൾ ആ ക്യാരക്ടറിനെ ആ ക്യാരക്ടറിനോട് നമുക്ക് പ്രേമം തോന്നും, ആ ക്യാരക്ടറിനോട് നമുക്കൊരു പേടി തോന്നും. അയ്യോ, കാരണം മറ്റേതൊക്കെ ഓർമ്മയില്ലേ, എന്റെ പൈസ ഏത് ആദ്യം ദിലീപേട്ടനായിട്ട് മറ്റേ മാളിൽ വന്നിട്ട് എന്താ വേണ്ട ബർഗർ പിസ്സ ത്തേക്കും പൈസ ഇങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞിട്ടേ ആ ക്യാരക്ടർ ഒരു പേടി തോന്നും, ഒരു മിസ്റ്ററി തോന്നുന്നു. സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ പറ്റി കുറെ കൂടി ആളുകൾ പറയണമെന്ന് ഞാൻ എപ്പോഴും ആയിരിക്കും. അതുകൊണ്ട് വിനോദയാത്ര സൂപ്പർ പടമാണ്, എപ്പോ കണ്ടാലും എടുക്കത്തില്ല. ആ ക്യാരക്ടർ അഭിനയിച്ചെടുത്തത്, അത് ആ പെർഫോമറിനെയും കൂടി അതൊരു തിൻ ലൈനാ എപ്പോഴും. സീരിയസ്നെസ്സും തമാശ, ഹ്യൂമർ, ഇതൊക്കെ ഇതിലൊരു തിൻ ലൈൻ. അത് ക്രോസ് ചെയ്യാനും പാടില്ല, എന്നാട്ട് അതിന്റെ അവിടെ വന്ന് നിൽക്കണം. എനിക്കൊന്ന് ആ തിൻ ലൈന് പാലിച്ചൊരു സിനിമയാ പാലുമ്പോഴോ. എല്ലാ ക്യാരക്ടേഴ്സും, അശ്വിന്റെ ക്യാരക്ടർ ആണേലും എന്റെ ആണേലും ഇതിനകത്ത് അശോകൻ ചേട്ടൻ, അശോകൻ ചേട്ടന്റെ തിൻ ലൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഫുൾ ടൈം കോമഡിയാ. ലൈക്ക് ശാന്തി കൃഷ്ണ ചേച്ചി ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഇത് എന്താ പറയാ,
ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അന്നാട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. അതിന്റെ ഒരു നല്ലതാണ്. അശോകൻ ചേട്ടന്റെ ഒപ്പം മണിമല ചേട്ടന്റെ ഒക്കെ ഒപ്പം ചേട്ടന് സീൻസ് ഉണ്ടായിരുന്നു, കോമഡി സീൻസ് സ്റ്റാർട്ടിങ്ങിൽ, മൂവിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒപ്പം അഭിനയിച്ചപ്പോ? ഏതെങ്കിലും റീടേക്ക് പോയി ചിരിച്ച് മടുത്തിട്ട് റീടേക്ക് പോയി എന്തെങ്കിലും സീൻസ്? ഇല്ല, അങ്ങനെയുള്ള കാര്യം. കാരണം ഇന്ന് തൊട്ട് മുന്നത്തെ സിനിമ ഞാൻ എഴുതി ചെയ്ത സിനിമയാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എനിക്കൊരു സീനിൽ ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പുറത്തെ ആക്ടർ നന്നായാലേ നമുക്കുള്ളത് നല്ല ബോധമുണ്ട്. കാരണം എനിക്ക് ഞാൻ ആ സ്കൂളിംഗ് ആണല്ലോ, എനിക്ക് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പം മീര നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ നേരം അങ്ങനെ നിന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു നല്ല പെർഫോമൻസ് അവിടെ പോകും. അതാണ് ഒരു ആക്ടർ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് അങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടുണ്ട്, ചിരിച്ചു പോയിട്ടുണ്ട് പണ്ട്. അല്ല, ഈ വിനോദയാത്രയിലൊക്കെ ചിരിച്ച അവസാനം സത്യനങ്ങൾ ബ്രേക്ക് പറയേണ്ടി വന്നു. ഷോട്ട് പിന്നെ അവസാനം ആ കറക്റ്റ് അവിടെ വൺ മോർ വരുമ്പോൾ കറക്റ്റ് അവിടെ പിന്നെയും ചിരി വരും. വൺസ് ചിരിച്ചാൽ പിന്നെയും ചിരിച്ചോണ്ടേ ഇരിക്കും. ബ്രേക്ക് പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാ എടുക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അത് ചിന്തിക്കും, എന്റെ ഉള്ളിൽ എപ്പോഴും ആ ക്രിയേറ്റർ സാധനം എപ്പോഴും ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞാൽ അവരിപ്പൊ എന്താ കൊടുക്കുന്ന അതിന്റെ കൂടെ നമ്മൾ കൂടെ നിക്കുക എന്നുള്ള സാധനം. അപ്പൊ അവരുടെ കൂടെ ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ. അത് നല്ല കിടിലൻ കോമ്പിനേഷൻ ആയിരുന്നു. ഈ അവരുമായിട്ടുള്ള അച്ഛൻ മോനുമായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തമാശയായിരുന്നു അതൊക്കെ. ഈവൻ അശോകൻ ചേട്ടനാണെങ്കിലും ഒരു ചെറിയ കോഴി ടച്ച് ചേച്ചിന്റെ പുറകെ വരുന്നതും അനിയൻ ഹോട്ടലിലുള്ള ആൾക്കൊക്കെ അതൊക്കെ നല്ല അടിപൊളി ഇതായിരുന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞു ഡയറക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. ചേച്ചി അപ്പൊ കുറെ അടിപൊളി ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്താണ്. ഇപ്പൊ VKP സാറിന്റെ ഒപ്പം ഈ പാലും പഴത്തിലും എങ്ങനെ ഉണ്ടായിരുന്നു VKP സാറിന്റെ ഒപ്പം ഈ ഒരു എക്സ്പീരിയൻസ്, ഈ മൂവി ചെയ്തപ്പോ ബാക്കി ക്രൂ ഒക്കെ ആയിട്ട്? VKP എന്ന് പറഞ്ഞൊരു നല്ല ഒരു ആക്ടേഴ്സിന് സ്പേസ് കൊടുക്കുന്ന ഡയറക്ടറാണ്. അപ്പം സ്പേസ് കൊടുക്കാന്ന് വെച്ചാല് നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യാനും എഗൈൻ ഇന്റേണലൈസ് ചെയ്ത് പെർഫോം ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. സോ ഇറ്റ് വാസ് വെരി നൈസ് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ പുള്ളി പറഞ്ഞു തരുമോ ഇങ്ങനെ ആക്ട് ചെയ്യണം എന്നൊക്കെ, അതോ കൈ നിന്നെടുത്ത് നിങ്ങൾ ചെയ്യുക? അതിനാ സ്പേസ് വരുന്നത്. അതായത് നമ്മളിങ്ങനെ അഭിനയിച്ചൊന്നും കാണിക്കത്തില്ല, പക്ഷെ നമുക്ക് നമ്മളുടെ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് സ്പേസ് തരും, നമുക്ക് അതിനുള്ള ഫ്രീഡം തരും. ഫോണിലോട്ട് എത്തി. എനിക്ക് തോന്നുന്നു സാറ് ഇപ്പൊ നമ്മള് പറയില്ലേ ഫാൻ ബോയ് ഡയറക്ടർ പടം ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടായിരിക്കും, സാറ് മീരയുടെ വലിയൊരു ഫാനാണ്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. സാറ് മീര പെർഫോം ചെയ്യുമ്പോ സാറ് കാണടാ ഇതാടാ മീര, എല്ലാവർക്കും ഇഷ്ടമുള്ള മീര എന്നൊക്കെ പറഞ്ഞ് സാർ അത് പറയുന്നതാണ്. അപ്പൊ അത് സാറ് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നേ സാറിന്റെ ആ കൊതി, സിനിമയോടുള്ള ഒരു കൊതി ഉണ്ടല്ലോ, ഭയങ്കരമാണ്. ആക്ച്വലി കുറെ റിവ്യൂസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മീരയെ തിരിച്ചു കിട്ടി, പണ്ടത്തെ മീരയുടെ അതേ എനർജി ആയിട്ട് ഡാഷിംഗ് പെർഫോമൻസ് ആയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ്. ചേച്ചി വന്നപ്പോ ഫുൾ ഇമ്പാക്ടോടെ. അതാണ് എനിക്ക് ഏറ്റവും ഇതിന്റെ ഈ പടത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിരുന്നെന്ന് വെച്ചാൽ പഴയ മീര കിട്ടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പഴയതല്ല, അവർക്ക് എന്നെ സ്നേഹിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ സിനിമകൾ ഇഷ്ടപ്പെട്ട എന്റെ പ്രേക്ഷകർ ഹാപ്പിയാ. ബിക്കോസ് അവര് കമ്പയർ ചെയ്യുന്ന ഞങ്ങൾക്ക് ആ സീനിൽ ഇതാ ഓടി വരുന്ന കണ്ടിട്ട് കസ്തൂരിമാൻ ഓർമ്മ വരുന്നു, അല്ലെ ചില ഇത് കാണുമ്പം ഞങ്ങൾക്ക് ഈ സിനിമ ഓർമ്മ വരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ചേട്ടന്റെ ക്യാരക്ടർ ഇതിൽ ചെയ്തത് നമ്മുടെ ക്വീൻ മൂവി, അതിൽ ചേട്ടന് നല്ലൊരു എക്സ്പോഷർ കിട്ടിയ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത റോളാണല്ലോ, എസ്പെഷ്യലി ആ പാട്ടും ഡയലോഗ്സും ഒക്കെ. ആ റോള് നമ്മുടെ സുനിലിന്റെ ഒരു വേറെ വെർഷൻ അല്ലായിരുന്നു? ഉറപ്പായിട്ടും അത് രണ്ടും ഏകദേശം ആ ഒരു ഏജിലുള്ള ഇതാണ്. പിന്നെ എന്താന്ന് വെച്ചാല് അപ്പോഴാണ് നമുക്കൊരു അവിടെ ചലഞ്ചിങ് വരുന്നത്. അത് റെപ്പറ്റേറ്റീവ് ആവരുത്, നമ്മൾ ചെയ്യുന്നതിൽ ഒരു ഫ്രഷ്നെസ് വേണം. നമ്മൾ ആ സ്റ്റോക്ക് എക്സ്പ്രഷൻസ് ഇടാൻ പാടില്ല. നമ്മൾ അവിടൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചില he has a strategy, planning strategist ആണ്. I love that. I love that about him. അതാണ് അശ്വിന്റെ അടുത്തൊന്നും പഠിക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്നും പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കും. നമ്മൾ എല്ലാ ദിവസവും പഠിക്കും എന്നാണല്ലോ പറയുന്നത്. ഓരോ ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കും. ഒരു ആക്ടർ
വളരെ ജൂനിയറായ ഒരു ആക്ടറിനെ കണ്ട് പഠിക്കുന്നു എന്ന് പറയുന്ന ആ ചിന്തയുണ്ടല്ലോ, നമ്മളൊരു ആക്ടേഴ്സിനെ സംബന്ധിച്ച് പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു ആക്ടർ അങ്ങനെ പറയുന്നിടത്താണ് ഒരു ആക്ടർ അപ്ഡേറ്റ് ആവുന്നത്. ഞാൻ അത് വളരെ This is what makes Meera Jasmine Meera Jasmine. ആക്ടർ ആവുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ ഒരു സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞ സോറി, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റിങ് യു. ഇവൻ ഓരോ കാര്യങ്ങൾക്ക് നമുക്കത് ചെയ്യാം, നമുക്കിത് ചെയ്യാം അശ്വിന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ, ഞാൻ അശ്വിന്റെ പാഷന്. അപ്പൊ ഞാൻ ഐ ജസ്റ്റ് ഇപ്പം ഇവൻ ഞങ്ങള് പ്രൊമോഷൻസിന് പോകുമ്പോഴും അശ്വിൻ പറയാം നമുക്ക് അത് പറയാം, ഇത് പറയാം, 1 more ചെയ്യാം, ഇത് ചെയ്യാം. അപ്പൊ then I look at him, അശ്വിനെ ഞാൻ നോക്കാം, ഓക്കെ എത്ര ഇൻട്രസ്റ്റോടുകൂടി എത്ര പാഷനോടുകൂടിയാ ചെയ്യുന്നത്. ദെൻ അവിടെ ഞാൻ അങ്ങ് surrender ചെയ്യും. Like no, I do that because I learned that from him. I have to be ആ ഒരു പാഷൻ. ഞാൻ lot of things. അത് നേരെ ചേട്ടൻ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ തോന്നും എന്തൊരു സിൻസിയർ ആൻഡ് പാഷനേറ്റ് ആയിട്ട് ഒരു പറയുന്ന പോലും. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ചേട്ടന്റെ എക്സ്പ്രഷൻ നോക്കി ഇറ്റ്സ് ലൈക്ക് യെസ്. പിന്നെ അശ്വിൻ ഇടയ്ക്ക് പറയാറുള്ള again I believe in destiny. I'm of course destiny വളരെ ഇതാണ്, luck and all of that, destiny. But Ashwin believes in hard work. അത് again നല്ലൊരു കാര്യമാണ്. You keep working hard. അപ്പൊ നമുക്ക് എന്നാ ഇനി ഒരു ഗെയിം സെഷനിലോട്ട് പോയാലോ? ഇത് നല്ല ചെറിയ സർപ്രൈസ് ഇഷ്ടമുള്ള ആളാന്നല്ലേ പറഞ്ഞേ, നമ്മളത് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. എന്നാ റെഡിയാണോ രണ്ടുപേരും? നോക്കാം. ഗെയിമിന്റെ പേര് ഇതൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. ഓക്കെ, സോ ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പൊ വരാം. അപ്പൊ എന്റെ അടുത്തുള്ള ഹെഡ്സെറ്റും ഉണ്ട്. നിങ്ങൾക്ക് ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് നല്ല നല്ല ഡയലോഗ്സ് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ഹെഡ്സെറ്റ് വെക്കണം. ഇതാണ് ഞാൻ റൂൾസ് ആണ് പറയുന്നത്. രണ്ടുപേരും ഹെഡ്സെറ്റ് വെക്കണം. എന്നിട്ട് ഒരാള് ഇതൊന്ന് ഒരു സെറ്റ് എടുത്തിട്ട് അതേതാന്ന് എന്താണ്, ചിലപ്പോൾ മൂവി ആയിരിക്കാം, ചിലപ്പോൾ വല്ല ഡയലോഗ്സ് ആയിരിക്കാം, അത് എന്താണെന്ന് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആക്ഷൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പറഞ്ഞു കൊടുക്കണം. എന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, മോഡേൺ ഡംഷറാട്സ് ആണ്. രസാണ്, ഇറ്റ്സ് ഫൺ. ജെൻ ആൽഫ ഡംഷറാട്സ് ട്രൈ ചെയ്ത് നോക്കാം, കിടുവായിരിക്കും. സെറ്റ് അല്ലേ? എന്നാ ഒരാൾക്ക് അടുത്ത ആൾക്ക്. ഞാൻ അതിൽ വളരെ മോശമാ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. റെഡി? സുമീൻ സുനിലിന് എന്തെങ്കിലും കേൾക്കണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. ജബ ജബ ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാദ്യം? ഓക്കെ, എടുത്തോ. നോക്കിക്കോ. ഞാൻ എന്താ ചെയ്യണ്ടേ? ആക്ട് ചെയ്ത് കാട്ടു. ലിപ്സിംഗ് പറഞ്ഞോളൂ. അയ്യോ, ഒച്ചയ്ക്ക് പറഞ്ഞോ, ഞങ്ങക്ക് കേൾക്കണോ? ചേട്ടാ ഒച്ചയ്ക്ക് പറയൂ. ബുക്ക്. എന്തിനാ പറയുന്നത്? എന്താണ്? സാധനം കയ്യിലുണ്ടോ? എന്താ സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? എടുക്കൻ സെറ്റാണ്. ഓക്കെ, തീർന്നിട്ടില്ല. ഞാൻ പൊളിക്കും. നീ പോ മോനെ ദിനേശ. നീ പോ മോനെ ദിനേശ. ഞാൻ കുറച്ച് എളുപ്പമുള്ളതാ കൊണ്ടുവന്നത്. ശ്രദ്ധിക്കൂ അംബാനെ. ശ്രദ്ധിക്കൂ അംബാനെ. ആലോചിക്കൂ. ശ്രദ്ധിക്കൂ അംബാനെ. ശ്രദ്ധിക്കൂ അംബാനെ. അമ്പടാ, നിങ്ങൾ ഭയങ്കര പുലിയാടല്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ, മമ്മൂക്ക. കൊച്ചി. കൊച്ചി പഴയ കൊച്ചി അല്ല. കൊച്ചി. കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചി പഴയ കൊച്ചിയല്ല. പുലികളുടെ അടുത്താണ് ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്.
കൊരങ്ങ എനിക്ക് വിശക്കുന്നു. കൊരങ്ങ എനിക്ക് വിശക്കും. ഈശ്വരാ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ തോറ്റിരിക്കുന്നു. സമ്മതിച്ചു, ഞാൻ തോറ്റു. ഞാൻ രണ്ട് മഹാന്മാരുടെ മുന്നിലാണ് ഇരിക്കുന്നത്. എത്ര വേഗമാണ് നിങ്ങൾ ഇത് പറഞ്ഞു തീർത്തത്. എല്ലാം ഫേമസ് ഡയലോഗാണ്, പക്ഷെ എന്നാലും ഞാൻ കുറച്ചുകൂടെ ടൈം എടുക്കുന്നു പ്രതീക്ഷിച്ചു കേട്ടോ. ഇല്ല, റീഡിങ്ങിന് എന്നാ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് മാറിയാലോ. ഞാൻ ഒരു ചെറിയ ഗെയിമോടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? ഫുഡ് കഴിക്കാൻ ഇഷ്ടല്ലേ? എന്നാ നമുക്കൊരു യെസ് ഓർ നോ ഗെയിം ആണ് വിത്ത് കുറച്ച് ഫുഡ്. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ഗെയിമിലോട്ട് പോവാം. റെഡി? എന്നാ ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ പോവാണ്. അപ്പൊ റെഡി അല്ലേ? നോക്കിക്കേ, കുറെ സാധനങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫ്രണ്ടിൽ ഇഷ്ടംമാതിരി വിഭവങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഗെയിമിന്റെ റൂൾസ് നല്ല സിമ്പിൾ ആണ്. ഞാനൊരു ക്വസ്റ്റ്യൻ 2 പേരുടെ അടുത്ത് ചോദിക്കും. നിങ്ങൾക്ക് ഇത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. സോ ഇതിന്റെ 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ യെസ്സും ഉണ്ട് നോയും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ യെസ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇത് കാട്ടണം കേട്ടോ, കാട്ടാൻ മറക്കല്ലേ. യെസ് കാട്ടുക. നോ ആണെങ്കിൽ ഈ ഫുഡ് ടേസ്റ്റ് ചെയ്യണം. എളുപ്പല്ലേ? ഫുഡ് അല്ലേ, നല്ല കാര്യമല്ലേ അല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫേക്ക് ഐ ഡി നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ? നോയാണോ? ഒന്നുകൂടെ ആലോചിച്ചേ. ഫേക്ക് ഇല്ല. ഞാൻ എന്റെ ഫ്രണ്ട്സും ഫാമിലിക്ക് വേണ്ടിയിട്ടുണ്ട്. ഫേക്ക് അങ്ങനെയല്ല. ചേച്ചിക്കുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ സിനിമയിലെ പോലെ. നോ ഇല്ല. എന്നാ രണ്ടുപേരും ടേസ്റ്റ് ചെയ്തോളൂ. സാധനമാണ്, ഫിഷ് ഐറ്റം ആണ്. ഫിഷ് കാന്താരി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓ, ഹെൽത്തി ആണല്ലോ ആള്. ഹെൽത്തി ആണല്ലോ, വേറെ ഒന്നും എടുത്തില്ലല്ലോ. നല്ല കൊളസ്ട്രോളിന് നല്ല. കൊളസ്ട്രോൾ ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത്. അല്ലല്ല, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും യു ലുക്ക് വെരി ഫിറ്റ് ആൻഡ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. ബ്രഷ് ചെയ്യാണ്ട് എപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അറിയാതെ വല്ലോ? പൊതുവെ ഇല്ല. എനിക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാല്, രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്താല് ഒരു ചായ കുടിച്ചു അറിയാതെ അറിയില്ല. ഓക്കെ, ഇനി ഫുഡ് എടുക്കണോ? വേണ്ട എടുക്കണ്ട. യെസ് ആണെങ്കിൽ നോ. അപ്പൊ നോ ആണെങ്കിൽ വേണം. ഞാൻ തന്നെ തെറ്റിക്കുന്നു. അടുത്ത ഇത് എടുക്കാം. മീര ചേച്ചി കുറച്ച് ഹെൽത്തി ആയിട്ട് മാറി. ഏതാ? വേറെ ടേസ്റ്റ് ചെയ്യേ. കബാബൊക്കെ ഇരിക്കുന്നു. മുറിച്ചിട്ടും പോരുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലല്ലേ? അതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പേരൻസിന്റെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ടോ? യെസ്. മിടുക്കി. ഒരുപാട് തവണ കൊച്ചിലെ എല്ലാരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. ഓക്കെ, ഫാദറിന്റെ ഇതിന്ന് അടിച്ചു മാറ്റിട്ടുണ്ട്. മദർ പിന്നെ ചോദിച്ചാൽ തരും. അല്ലെങ്കിൽ വീട്ടിൽ അമ്മമാരുടെ കിട്ടും. അമ്മമാരാണ് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തരാറ്. നമ്മുടെ വീട്ടില് പപ്പ ഗൾഫിലായിരുന്നേ, അപ്പം മമ്മിയാണല്ലോ, മമ്മി തരില്ല. പിന്നെ പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന അത്ര വലിയ പ്രശ്നമില്ല. ചേട്ടാ കൂടുതൽ എമൗണ്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്ന അത്ര വലിയ കുഴപ്പമില്ല. പക്ഷെ കാശ് സിനിമയിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതെ, എന്നിട്ട് അപ്പനെ നോക്കി ദരിദ്രവാസി എന്ന് വിളിക്കുന്നു. അതായിരുന്നു അതിന്റെ ഉദ്ദേശം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലും കാശ് അടിച്ചു മാറ്റിയിട്ട് പിടിച്ചിട്ടുണ്ടോ? നോ. അവിടെ നോയാണ്. ഓ, എക്സ്പേർട്ട് ആണെന്ന്. പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ നല്ല അടി? ഇല്ല, നമ്മളെ എമൗണ്ട് ഒക്കെ ചേർന്നല്ലേ. ഞാൻ അതാ പറഞ്ഞ, ചേട്ടൻ ഉള്ളത് കൊണ്ട് അത് വെച്ച് നോക്കുമ്പോ ഞാൻ കുറവാണ്. വേറൊരാളുണ്ട്. നോ എടുക്കണോ? നോ എടുക്കേണ്ടി നോയാണ്. അപ്പൊ ചേച്ചിക്ക് എന്തായാലും എടുക്കണം.
കാന്താരി തന്നെ എടുക്കാം. കാന്താരി ഇഷ്ടപ്പെട്ടു. കാന്താരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എരിവുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു നോയോടെ പറയേ. അടുത്തത്, മതിൽ ചാടിയിട്ടുണ്ടോ? പിന്നെ യെസ്, ഞാൻ ചാടിയിട്ടുണ്ട്. എപ്പോഴാ, കോളേജിലാണോ? അല്ല, ഒരു 2 വർഷം മുമ്പ് 2 വർഷം മുമ്പ് യൂറോപ്പ് ട്രിപ്പിന് പോയപ്പോ മതിൽ ചാടിയിട്ടുണ്ട്. അവിടെ എന്തിനാ മതിൽ ചാടിയേ? കാരണം ഞാനൊരു ഒരു എന്താ പറയാ, ഒരു വിനിയാർഡ് വിസിറ്റ് ചെയ്തു. അപ്പം വൈൻ ടേസ്റ്റിങ്ങിന്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പുറത്ത് ഇറങ്ങാൻ നേരത്ത് അതെല്ലാം ക്ലോസ് ചെയ്തു. ഫണ്ടിന് വേണ്ടി മതിൽ ചാടി അവിടെ. പക്ഷെ ഒന്നും പ്രശ്നമില്ലായിരുന്നു, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നോണ്ട് അവർ ക്ഷമിച്ചു. പ്രൈവറ്റ് ആയിരുന്നു. അതെ അതെ, ആരും പിടിച്ചൊന്നുമില്ല. ഇല്ലില്ല, തമാശയായിട്ട് തന്നെ ശരിക്കും ചാടി. ഞാനൊരു ടൈമില് മതില് ചാടിയ വീട്ടില് ഗേറ്റ് തുറന്നിട്ടില്ല, എന്നാലും എനിക്ക് ഗേറ്റിന്റെ മണ്ടേന്ന് കയറണം, മതില് ചാടണം. ഒരു രസം, എനിക്ക് അങ്ങനെ ആയിരുന്നു ഒരു ആഗ്രഹം. പപ്പ അവധിക്ക് വരുമ്പം പപ്പ അതിനു വേണ്ടി മാത്രം അടിയെടുത്ത് തന്നെ അടിക്കുമായിരുന്നു. കുറെ അടിയിടും. സ്ഥിരം പരിപാടി ആയിരുന്നു അപ്പൊ ഇത്. അല്ല, എനിക്ക് എന്റെ വീട്ടിൽ എനിക്ക് മതിലാടിക്കാൻ എനിക്ക് എന്തെങ്കിലും റിസ്ക് എടുത്ത് കയറണം, വെറുതെ വട്ട്. ഞാൻ സ്കൂളിൽ വെച്ചും മതിലാടിയിട്ടുണ്ട്. അതായത് സ്കൂളിൽ പോകുന്ന വഴി ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, തിരുവല്ലയില് ഫ്രണ്ടിന്റെ വീട്, അതായത് ഷോർട്ട് കട്ടാ. ഈ വീട് മതിൽ ചാടി കഴിഞ്ഞാൽ സ്കൂളിലോട്ട് പെട്ടെന്ന് ചെല്ലാം. സോ അങ്ങനെ മതിൽ ചാടിയിട്ടുണ്ട്. വിത്ത് ഫ്രണ്ട്സ്. കൊള്ളാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, മൂവിയിൽ ക്രഷ് ഉണ്ടായിട്ടുണ്ടോ? മൂവി സ്റ്റാർസ് അല്ലെങ്കിൽ കോ സ്റ്റാർസിന്. സിനിമയിൽ സിനിമ കേറിട്ടാണോ അതോ അതിന് മുന്നേ ആണോ? കേറിയിട്ടും അതിന് മുന്നേ. അതിന് മുന്നേ തോന്നിട്ടുണ്ടല്ലോ, എനിക്ക് മീരയോടൊക്കെ ക്രഷ് തോന്നിട്ടുള്ളൂ ഉറപ്പായിട്ട്. ഫാൻ ബോയ്. എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പോഴാരാണ് ക്രഷ്? ഇപ്പൊ ആരോടും ഇല്ല. അയ്യോ, ഏതാ ഇപ്പം സിനിമയില്? എനിക്ക് പണ്ട് ലാലേട്ടന്റെ ക്രഷായിരുന്നു. മോഹൻലാൽ എനിക്ക് പണ്ടത്തെ ക്രഷ്. ഞാൻ ചെറുതായിരുന്നപ്പം മോഹൻലാൽ അന്ന് സിനിമയിലെ വലിയ, അപ്പൊ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. ഓ, അത് പിന്നീട് മാധവനോട് ക്രഷ് അഭിനയിച്ചു. മാധവനോട് ക്രഷ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം രണ്ടുപേരും ടേസ്റ്റ് ചെയ്തോളൂ. യെസ് അല്ലേ? ഞാൻ തെറ്റിച്ചു, സോറി. നിങ്ങളാണോ ഞാനാണോ ഇവിടുന്ന് നോക്കുന്നത്? ഓക്കെ, അടുത്തത്, സ്വന്തം ഗൂഗിൾ ചെയ്തിട്ടുണ്ടോ? യെസ്. എന്നിട്ട് എന്ത് തോന്നി? എന്നിട്ട് പ്രത്യേകിച്ച് എന്താ പറയാ, സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇനി ഒരുപാട് വളരണമെന്ന് തോന്നി. ഓക്കെ, ഇപ്പം കുറച്ച് എന്നെ പറ്റി ഗൂഗിൾ ചെയ്തപ്പോ ഇത്ര അറിഞ്ഞു. അപ്പം ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇനി ഒരുപാട് എനിക്ക് പോകാനുണ്ടല്ലോ. ചേട്ടന് നേരത്തെ നമ്മള് ചേട്ടന്റെ പേര് കേൾക്കുമ്പോ ക്വീനിലെ ഓർമ്മ വരാം. ഇപ്പൊ എനിക്ക് സുനിലിനെ ഓർമ്മ. ഓ ഗുഡ്, താങ്ക് യു, ഗുഡ് ജോബ്. അതെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? കോപ്പിയടി ഇല്ല. ഇല്ല 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 ഇല്ല, അടിച്ചിട്ടില്ല. ഇവിടെ ഇഷ്ടംമാതിരി കോപ്പി അടിക്കാൻ ഉള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി മുന്നിരിക്കുന്ന ഫ്രണ്ട് പറഞ്ഞു തന്നാണ്. അതല്ലേ കോപ്പി അടിക്കുന്നത്? ആണോ? അത് പറഞ്ഞു കൊടുക്കലല്ലേ കോപ്പി അടി? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കോ? പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സഹായിക്കുന്നതും കുറ്റാണ്. പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. രണ്ടുപേരും യെസ് ആണ്. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ഒരു ഡൗട്ടും വേണ്ട, ഹൃദയത്തോട് തന്നെ ഞാൻ എതിർപ്പ് അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ ഉറപ്പായിട്ടും കോപ്പി ആണല്ലേ? അപ്പൊ എന്നാ രണ്ടുപേരും കഴിക്കണ്ട, യെസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാങ്ക് ചെയ്യാറുണ്ടോ എപ്പോഴും ആരെങ്കിലും ഒക്കെ? പ്രാങ്കോ? ഇല്ല, ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ട് ഓർമ്മയില്ല. ഇല്ല, പ്രാങ്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ പണ്ടേ ഈ നമ്മുടെ സൗണ്ട് മാറുന്ന ടൈം ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഈ മറ്റേ ആ ബേസ് എന്നിട്ട് ഞാനിങ്ങനെ ആന്റിയെ ഇപ്പം അപ്പച്ചനെയൊക്കെ വിളിക്കുമ്പോ ഒക്കെ, ഇപ്പം അപ്പച്ചനെ വിളിക്കുമ്പോ ഞാൻ ജോസാ, ഡേസി ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അപ്പച്ചനെ അങ്ങനെ സൗണ്ട് ഒക്കെ മാറ്റിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടി കിട്ടിയിട്ടുണ്ടോ എന്നിട്ട്? അല്ല, അവര് ടെൻഷൻ എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ ഇതൊക്കെ എന്റെ ആക്ടിങ്ങിന്റെ പ്രാക്ടീസിന് വേണ്ടി ചെയ്തതാ. അതൊക്കെ ചെറുപ്പത്തിലേ സൗണ്ട് മോഡുലേഷൻ ഒക്കെ വേണ്ടി നമ്മൾ ചെയ്തതാ.
ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലോ സൗണ്ട് മാറ്റി ഞങ്ങള് അങ്ങനെയല്ലേ അതിലാണ് സുമി ആക്ച്വലി വീണത് അല്ലേ? കുറച്ചുകൂടെ ഒറ്റയായിട്ടപ്പോ ഒരു ഏജ് കൂടിയ ആളാണ്. മാസമുള്ള ഒരാള് ഞാൻ പ്രാങ്ക് ചെയ്തതായിട്ട് ഓർമ്മയില്ല. ആണ്. അപ്പൊ നോ കഴിച്ചോളൂ. ഇനി പിന്നെയും കാന്താരിയാണോ കഴിക്കണ്ടേന്ന്. I think I'll go for the same thing. കാന്താരി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്കത്ര എരിവ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലോണം എരിവ് കഴിക്കുന്ന ആളാണോ? കാന്താരിയുടെ ഒരു വലിയ കുഴപ്പമില്ല, ബിക്കോസ് അത് മുളക് പൊടിയുടെ എരിവിനേക്കാളും കാന്താരിയുടെ എരിവ് എനിക്കിഷ്ടം. അതാണ് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് മുളക് പൊടി ആകുമ്പോ എന്തൊക്കെയോ വേറൊരു ഫീലാണ്, ബേണിംഗ് ഫീലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? ഫുഡ് നല്ല ഇതൊക്കെ കഴിച്ചത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി. കാന്താരി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫിഷ് കാന്താരി. അപ്പൊ എന്താണ് ബൈരൻ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ഈ സിനിമ കണ്ട് ഒരു 2-2.5 മണിക്കൂർ നന്നായി ആസ്വദിച്ച് എന്റർടൈൻഡ് ആയിട്ട് തമാശയൊക്കെ ഉണ്ട്. പക്ഷെ മറന്നിരിക്കാം, നമുക്ക് നമ്മുടെ കുറെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറന്ന് വേറൊരു എന്താ പറയുക എൻജോയ്മെന്റ് മൂഡിലേക്ക് വരാം. നന്നായി ചിരിക്കാം, ഹാപ്പി ആയിട്ട് അത് ഗ്യാരണ്ടി. അത് ഞാനും സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് എന്നാ ഇന്നത്തെ പരിപാടീസ് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. സമയം അതിക്രമിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ഇതിന് നീട്ടിക്കൊണ്ട് പോയേനെ കേട്ടോ. എന്നാലും ബൈറനിൽ വന്ന് എല്ലാരെയും മീറ്റ് ചെയ്തതിനൊക്കെ ഒത്തിരി താങ്ക് യു. So this is me, Ria, signing off along with Meera Jasmine and Ashwin Jose. അപ്പോൾ എല്ലാവരും പാലും പഴവും പോയി കാണണം. And thank you all for joining us on Coffee with Dance. This is presented by Digital Dino and Dance Media. Thank you all. Thank you.